ഹലോ, നമസ്കാരം. യൂണിവേഴ്സൽ ലോ അല്ലെങ്കിൽ പ്രപഞ്ച നിയമം. ഇന്ന് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. യൂട്യൂബ് നിറയെ യൂണിവേഴ്സൽ ലോയെക്കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയുള്ള വീഡിയോകൾ സുലഭമായി കാണാം. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ സ്വന്തം അനുഭവങ്ങൾ പറയാം എന്ന് മാത്രം. ഇങ്ങനെ ഒരു നിയമമുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത ഒരു യൂട്യൂബർക്കില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടുതൽ വരുന്നത്. നിരീശ്വരവാദികൾക്ക് കടന്നാക്രമിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റും കൂടിയാണിത്. പക്ഷേ പൊതുവെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തോ ഒരു ശക്തി ഉണ്ടെന്ന്. ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്കതിനെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യവും അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെക്കുറിച്ച് നല്ലൊരു ഗവേഷണവും നടത്തിയിട്ട് വേണം യൂട്യൂബ് വീഡിയോ അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ഒരു ലൂസ് ടോക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു ഗവേഷണവും കാര്യങ്ങളും ഒക്കെ ആയി നടന്നാൽ ഒരു പക്ഷേ നടന്നെന്നിരിക്കില്ല. ഇത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇത് തന്നെയാണ് ഞാൻ ഉമ്മറപ്പടിയിലിട്ടിരിക്കുന്നത്, ഡിസ്ക്ലെയിമർ അഥവാ നിരാകരണം എന്ന പേരിലിട്ടിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മളൊരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി യൂണിവേഴ്സ് തന്നെ ശ്രമിക്കും, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി നമുക്കത് നേടിത്തരും എന്ന് പൗലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ ആൽക്കമിസ്റ്റ് എന്ന ഒരു സ്പിരിച്വൽ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് എന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഈ തിയറി ഈ ലോകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രപഞ്ച നിയമത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു പുറത്തു വന്ന ഒരു ജോലിക്ക് കയറിയെന്ന് വിചാരിക്കുക. നമ്മൾ ജീവിതം ആരംഭിക്കുകയാണ്. ഇത് ജോലിക്ക് കയറുന്നതോടുകൂടിയല്ല, അതിനു മുമ്പും ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നല്ലപോലെ ഒബ്സർവ് ചെയ്യുക. എന്തെല്ലാമുണ്ട്? നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്തെല്ലാമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം പഠിക്കാൻ കഴിഞ്ഞു, പുതിയതായി എന്തെല്ലാം പഠിക്കാൻ കഴിഞ്ഞു, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നുണ്ടോ? അതുവഴി നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ കാര്യം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ഈ പല കമ്പനിയിലും ജോലി ചെയ്തിട്ട് വളരെ വലിയ ബിസിനസ്സുകാരായി മാറിയ കുറേ ആളുകളെ നമ്മൾ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും. ഒട്ടനവധി ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുലഭമാണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വളരെ കാമായി നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ തന്നെ ഒരു ശാന്തത, ഒരു ആത്മീയമായ ശാന്തത നമുക്ക് വരുന്നതായിരിക്കും. നമ്മളെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മുടെ ജോലിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ പെർഫെക്ഷനും കൊണ്ടുവരാൻ സാധിക്കും. ഒപ്പം നമ്മൾ എന്താണെന്ന് സ്വയം വിലയിരുത്താനും കഴിയും. ഇങ്ങനെ നമ്മൾ പോകുന്നതിനിടയ്ക്ക് ആണ് യൂണിവേഴ്സൽ ലോയുടെ പ്രവർത്തനം നമ്മൾക്ക് കാണാൻ സാധിക്കുക. അത് ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ ചുമലിൽ കയറിയാകാൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ രൂപത്തിലാകാൻ വരുന്നത്. ഒരു വ്യക്തി നമ്മളെ പരിചയപ്പെടുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഭിരുചി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കാം. നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ആ സബ്ജക്റ്റിനെ, ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ അടുത്ത പടിയിലേക്ക് ചാടുന്നത്. ഇനി നമ്മൾ അത് വകവച്ചില്ല, അയാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതൊന്നും കണ്ട് നീ പിന്നാലെ പോകണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പറയും. വെറുതെ പൈസ കൊണ്ട് കളയണ്ട, അല്ലെങ്കിൽ അയാളുടെ തോന്നിയ വാസമൊന്നും ചെയ്യണ്ട, സമയം പോവും കാശ് പോവും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാനും മറ്റും ആളുകളുണ്ടാവും. ഓക്കെ, നമ്മളത് വേണ്ടാന്ന് വെച്ചു, പിന്നീടും പോകുന്നു. ലൈഫ് നമ്മുടെ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും വരും നമുക്ക് അവസരങ്ങൾ. ഒരു പക്ഷേ വന്നേക്കാം, ഒരു പക്ഷേ എപ്പോഴും വന്നേക്കാമെന്നല്ല, ഒരു പക്ഷേ വന്നേക്കാം. അപ്പോൾ ഈ വരുന്ന അവസരങ്ങൾ വീണ്ടും നമ്മൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊരു അവസരം ലഭിക്കുന്നു, നമ്മളത് കാണുന്നു, ഒരു പക്ഷേ നമ്മളതിലേക്ക് ചാടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള അവസരം ലഭിക്കുന്നു. ഇതെല്ലാം വളരെ ഓർഗാനിക്കായി സംഭവിക്കേണ്ടതാണ്. ഒരിക്കലും അവിടെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി ആ സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. റിസ്ക് എടുത്ത് ഒരു പക്ഷേ എന്നാൽ ശരി, ഇനി ഒരു നമ്മൾ പരിചയപ്പെടുകയാണ്, ഒരാളെ നമ്മൾ പരിചയപ്പെടുകയാണ്, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പ്രത്യേക കഴിവുകളുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൽ നിന്ന് നമ്മളത് പഠിക്കുന്നു. എന്നാൽ ശരി, ഇനി ഇതൊന്നും പരീക്ഷിച്ച് കളയാം എന്ന് കരുതി നമ്മൾ പിറ്റേ ദിവസം തന്നെ നമ്മുടെ പണിയും കളഞ്ഞു നമ്മളതിൻ്റെ പിന്നാലെ പോയാൽ കൂത്തു കഴിഞ്ഞു. അതോടുകൂടിയിട്ട് പണി കിട്ടും എന്നൊക്കെ പറയില്ലേ, പണി കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളതിൽ എന്തോ ആണ് നമ്മൾ പുതിയതായി പഠിക്കുന്നത്, അതിൽ നമ്മൾ എക്സ്പെർട്ട് ആവുക. എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിന്നുകൊണ്ട് അതിനെ നമ്മൾ കൂടുതൽ എക്സ്പെർട്ടായി നമുക്കതിൽ മുഴുവൻ കോൺഫിഡൻസ് ആവുമ്പോൾ
നമ്മളതിലേക്ക് മാറുക. ഒരു പുതിയ വീട് പണിത് അതിലേക്ക് താമസം മാറ്റുന്നത് പോലെ തന്നെ നമ്മളതിലേക്ക് മാറുക. തുടർന്ന് നമ്മളവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് നമ്മളെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കൊണ്ടുതരും. ഇങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരും, നമ്മളതിനെ ഉപയോഗപ്പെടുത്തും. അത് ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗ്യം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മളുടെ മികവ്. ഇതാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നോ അവൻ രക്ഷപ്പെട്ടു. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു സംഭവം ഞാൻ പറയാം. ഒരു വ്യക്തിയുടെ കഥയല്ല, ഒരു ജീവിതം. അദ്ദേഹം ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുകയായിരുന്നു, ഗൾഫിലാണ്. അദ്ദേഹത്തിന് ഒരു ഫാർമസി സ്വന്തമായി തുടങ്ങണമെന്നുള്ള ആഗ്രഹം അത്യധികം തീവ്രമായിട്ടുണ്ടായിരുന്നു. എന്നും അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരോട് അതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഇതേ ഫാർമസിയിൽ ജോലിക്കാരനായി മറ്റൊരു സുഹൃത്ത് എത്തുകയും പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയായി ചർച്ച. ആ ചർച്ച മറ്റൊരു ഫാർമസി രൂപപ്പെടുത്തുന്നതിൽ തുടങ്ങി വയ്ക്കുന്നതിൽ അവരെ കൊണ്ടെത്തിച്ചു. അവരാദ്യം അവിടെ നിന്നുകൊണ്ട് തന്നെ, ഏത് സ്ഥാപനത്തിൽ നിൽക്കുന്ന അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ഫാർമസി അവർ പുറത്ത് സെറ്റപ്പ് ചെയ്യുകയും ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തി അതിലേക്ക് പതുക്കെ മാറുകയും പിന്നീട് ആ ഫാർമസി ഒരു ചെയിൻ, അതിൻ്റെ ഒരു രണ്ടാമത് ഫാർമസി, തുടർന്ന് പുതിയതായി തുടങ്ങിയ ആ ഫാർമസി അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്തു. പിന്നീട് അത് 2ആയി, അതിനുശേഷം 3ആയി. അതിനുശേഷം ഇദ്ദേഹത്തിനോട് കൂടെ സംസാരിച്ചിരുന്ന മറ്റൊരു വ്യക്തിയും കൂടെ അവിടെ നിന്നും മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് വരികയും ഇവർ രണ്ടുപേരും കൂടി ഒരു ഫാർമസിയുടെ ഒരു ശൃംഖല തന്നെ ഗൾഫിൽ രൂപപ്പെടുത്തുകയുണ്ടായി. ഇത് ഒരു നടന്ന കാര്യമാണ്. ഇപ്പോഴും വളരെ സക്സസ്ഫുള്ളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാർമസി ഗ്രൂപ്പാണിത്. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത്, അദ്ദേഹത്തിനും ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്ര തീവ്രമായിട്ടൊന്നുമല്ല, എല്ലാവരും ബിസിനസ് ചെയ്യുമ്പോൾ എനിക്കും ചെയ്യണം എന്ന് തോന്നി അദ്ദേഹം ഒരിക്കൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ഫാർമസി വാങ്ങി അദ്ദേഹം തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളവും പിന്നെ പുറത്തുനിന്നും പിന്നെ നാട്ടിൽ നിന്നും പൈസ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിന് അതിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ആ ഫാർമസി അദ്ദേഹത്തെ കുത്തുവാള ഇടിപ്പിച്ചു. അപ്പോൾ ഇതിൽ ആദ്യത്തെ വ്യക്തി അദ്ദേഹം വളരെ സൂക്ഷ്മമായി യൂണിവേഴ്സൽ ലോയെ, പ്രപഞ്ച നിയമത്തെ വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹവും ഈ രക്ഷപ്പെടുമെന്ന തീവ്രമായ വിശ്വാസവും ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെ കൊണ്ടുവരികയും ഇവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാകുന്നിടത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. മറിച്ച് മറ്റൊരു വ്യക്തിയുടെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹത്തിന് തികച്ചും ഭൗതികമായിട്ടുള്ള ഒരു തിളക്കം, ആ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള ആ തിളക്കം മാത്രമേ അദ്ദേഹത്തിന് നോട്ടമുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചോ മറ്റോ അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം അത്യാവശ്യം പൈസ ഉള്ള ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു, നല്ലൊരു ഫൈനാൻഷ്യൽ എല്ലായി വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള അംഗമായിരുന്നു. അതുകൊണ്ടും അദ്ദേഹം അത്രയധികം കാര്യമായിട്ടെടുത്തില്ല ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി അദ്ദേഹം തകരുകയുമാണ് ചെയ്തത്. അദ്ദേഹം തുടർന്ന് നാട്ടിലെത്തി വീണ്ടും തിരിച്ചു വന്നു എന്നൊക്കെയാണ് അറിവ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രപഞ്ച നിയമം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുക, അതോടൊപ്പം നമ്മൾ വീക്ഷിക്കുക, നമുക്ക് എന്തെല്ലാം അവസരങ്ങളാണ് നമ്മുടെ ചുറ്റും വന്നു ചേരുന്നത്, അതിനെ നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്ത്, ഇപ്പോൾ ചൂണ്ടയിടുന്നത് പോലെ മീൻ കൊത്തി അതൊരു കുറച്ച് വലിച്ചത് കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിലായിരിക്കണം എങ്കിൽ രക്ഷപ്പെടാം. അതാണ് പ്രപഞ്ച നിയമവും യൂണിവേഴ്സൽ ലോയും. ഇങ്ങനെയാണ് പലരുടെ ജീവിതത്തിലും വർക്ക് ചെയ്യുന്നത്. ഇതിനെ കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഇതിൽ സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, ഞാൻ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. പ്രപഞ്ച നിയമങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഞാൻ തുടക്കത്തിലൊക്കെ ഒരു പരാജയം തന്നെയായിരുന്നു. ക്രമേണയാണ് അതിനെപ്പറ്റി മനസ്സിലാകുന്നതും പിന്നീട് അതിനോട് ചേർന്ന് പോകുന്നതും. അതിൽ ചിലതെല്ലാം ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഒരുവിധം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതം. പ്രപഞ്ച നിയമങ്ങൾ മുഴുവനായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ ഒരു ജീവിതമായിരുന്നേനെ എൻ്റേതും. ഇനി മറ്റൊരു കാര്യം, ഈ യൂണിവേഴ്സൽ ലോ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം പല ക്രിമിനൽ കേസുകൾ, കളവ്, ചതി, വഞ്ചന, അതുപോലെ തന്നെ അവിഹിതം, ഇതിലെല്ലാം പെട്ട് ഒട്ടനവധി ആളുകൾ ജയിലിലും മറ്റും കഴിയുന്നത് നമുക്ക് കാണാവുന്നതാണ്. പത്രത്തിലും മീഡിയകളിലും എല്ലാം ഇന്നത്തെ വാർത്തകളാണ്. ഓരോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ വാർത്തകൾ കേൾക്കാം. കാരണം ഇതെന്താണ്?
നമ്മൾ ഒരു രേഖയിലൂടെ, ഒരു നേരായ രേഖയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം യൂണിവേഴ്സ് നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്നു. അതൊരിക്കലും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അന്യൻ്റെ മുതൽ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ അന്യൻ്റെ എന്തെങ്കിലും അന്യരുടേതായ എന്തെങ്കിലും നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സൽ ലോയ്ക്ക് ബ്രേക്ക് സംഭവിക്കുന്നു. അതിന് ഒരു ഉലച്ചിൽ സംഭവിക്കുന്നു. അത് നമ്മളെ തിരിച്ചടിക്കുന്നു. അത് വളരെ സ്വാഭാവികമാണ്. അത് ഞാനിത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നമ്മൾ ഓരോ കഥകളും, ഓരോ ട്രാജഡിയുടെയും പിന്നിലുള്ള കഥകൾ നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായി തന്നെ കാണാം. അതാണ് നമ്മൾ യൂണിവേഴ്സൽ ലോയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു വൈബിൽ, അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഫ്ലോയിൽ തന്നെ നമ്മളെപ്പോഴും പോകാൻ ശ്രമിക്കുക. കൂടുതലായി അമിതമായി ഒന്നും ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുക, അമിതമായി നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ ജീവിതം വളരെ സുഗമമായിരിക്കും. പ്രശ്നങ്ങളുണ്ടാകാം, നമുക്ക് ടെൻഷനുണ്ടാകാം, നമ്മളെ സമ്മർദ്ദത്തിലാഴ്ത്താം. പക്ഷേ സാഹചര്യങ്ങൾ എല്ലാം നമ്മളെ സമ്മർദ്ദത്തിലാഴ്ത്താം. പക്ഷേ ഇതിനൊക്കെ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് വളരെ സുഖകരമായിരിക്കാം. ലൈഫിൽ നമുക്ക് ശാന്തി കണ്ടെത്താൻ സാധിക്കും. പക്ഷേ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ സാധാരണക്കാരുടെ ലൈഫാണ്. അതിൽ നമ്മൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നേരിടാൻ നമ്മളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ, ഒരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ലൈഫ് വളരെ ഈസിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ യൂണിവേഴ്സൽ ലോയിൽ നിന്ന് അധികം വ്യതിചലിക്കാതെ, അല്ലെങ്കിൽ ഒട്ടും വ്യതിചലിക്കാതെ എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും മനുഷ്യന്മാരാണ്, എങ്കിലും കഴിയാവുന്നതും വ്യതിചലിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ലൈഫ് സുഖകരമായിരിക്കും. ലൈഫ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.